12 അവയവങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ അവയവങ്ങളിലേക്കുള്ള പോയിന്റ് ശരിക്കും നമ്മുടെ ഓൾമോസ്റ്റ് ഈ നഖത്തിന്റെ കട തുടങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലിന്റെ ആയാലും അവിടെ നിന്നും ബാക്കിയുള്ള ലെൻസിന്റെ പോയിന്റ് ഈ ചെറുപറന്റെ പോയിന്റ് ഇല്ലേ, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മനഃശാന്തി പോയിന്റ് എന്ന് പറയാം. നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഒരു മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സും ഭയങ്കര മനഃശാന്തി പോയിന്റ് എന്നാണ് അതിന്റെ പേര്. എനിക്ക് കുറച്ച് കാലമായിട്ട് കയ്യില് നല്ല വേദന ഉണ്ട്, ഈ ഷോൾഡറിലും കയ്യിലൊക്കെ നല്ല വേദന ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, രാജേഷ് എന്ന കക്ഷിയുടെ കൂടെ ആളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിനുള്ളൊരു തീരുമാനം ആളാക്കി തരുന്നു, ആൾക്ക് അറിയാവുന്ന ഇതിനെ പറ്റി അങ്ങനെ. അപ്പൊ ഞാൻ വന്നിട്ട് രാജേഷിനെ കണ്ടപ്പോൾ എന്റെ പൾസ് പിടിച്ചിട്ട് നോക്കിയിട്ട് ആൾ ഈ വേദനയെ കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ ആളിൽ സംസാരിച്ചപ്പോൾ ആളൊരു എല്ലാ രീതിയിലുള്ള ചികിത്സ, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അവരിവിടെ ചെയ്യുന്നത്. ആയുർവേദം, റെക്കി അവർ തുടങ്ങി ഒരുപാട് ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ 3 ആളൊന്നും പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു വലിയ ഉപകാരമായിരിക്കും. നമുക്ക് എന്തായാലും രാജേഷുമായി സംസാരിച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ CCMK ജംഗ്ഷനിലുള്ള ബ്രഹ്മ ലൈഫ് ആയുർവേദ ക്ലിനിക് ആൻഡ് ഫാർമസിയിലാണ്. ഇവിടെയാണ് രാജേഷിന്റെ സേവനം. ഒപ്പം 2 ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർ ലക്ഷ്മി ആൻഡ് ഡോക്ടർ സുധി. നമസ്കാരം. നമസ്കാരം ഡോക്ടേഴ്സ്. അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആളൊന്ന് കയ്യിന്റെ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. രാഷ്, അപ്പൊ എന്താണ് ചെയ്യേണ്ടത് രാഷ്? ഇല്ലേ, നമുക്ക് ആദ്യം ഇവിടെ അലൈൻമെന്റ് നോക്കാം. അലൈൻമെന്റിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റൊന്നുകൂടി പൾസ് ഡയഗ്നോസിസ് ചെയ്ത് ഏത് അവയവമായിട്ട് ബന്ധപ്പെട്ട ഇത് പ്രശ്നം നോക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ ഇമേജ് നോക്കിയേ, നമ്മുടെ ഈ സ്പൈനും നമ്മുടെ ഓരോ അവയും ഭയങ്കര കണക്റ്റഡാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് എല്ലാം പോണത് ഈ സ്പൈൻ വഴിയാണ്. അപ്പൊ ചില ഈ താഴത്തുള്ള സ്പൈന് നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവന് കിഡ്നി പ്രശ്നങ്ങൾ, ബ്ലാഡർ പ്രശ്നം, ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മുടെ ഷോൾഡർ ബ്ലേഡിന്റെ അവിടെയുള്ള പ്രശ്നം ആൾക്ക് ഒരു ഹാർട്ടായിട്ടും ലങ്ങായിട്ടും ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഒരു കണക്ഷനാണ്. എപ്പോഴും നമ്മുടെ പോസ്ചറും നമ്മുടെ സ്പൈനും കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്കൊരു 80% രോഗവും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ചേട്ടന് സംഭവിച്ചത് എന്റെ ഒരു കണക്കൂട്ടിൽ മിക്കവാറും ഒരു ബോൺ അലൈൻമെന്റ് മാറി എന്തായിരിക്കും, ഒന്നുമില്ല ഇങ്ങനെ കിടന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം ഇതൊന്ന് അലൈൻ ചെയ്ത് നോക്കാം. നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ, ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? അങ്ങനെ ഇന്നതൊന്നുമല്ല, ഇവിടെ എന്തില്ലാത്തതെന്ന് ചോദിക്കായിരിക്കും നല്ലത്. കാരണം ഇതൊരു ഹോൾ ബോഡി ട്രീറ്റ്മെന്റാ. അപ്പൊ ഈ ഹോൾ ബോഡി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൾസ് ഡയഗ്നോസ് ചെയ്ത് ഒരു 12 അവയവങ്ങളുടെ ഫംഗ്ഷൻ മനസ്സിലാക്കി ഏത് അവയവമാണോ പ്രവർത്തനം കറക്റ്റ് അല്ലാത്തത് അത് കറക്റ്റ് ആക്കണം. അപ്പൊ ഹോൾ ബോഡി ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ചിലപ്പോൾ മുട്ടുവേദനയ്ക്ക് വന്നെങ്കിലും ഒരു ഫുൾ സംഗതി മാറും. പിന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡറിന് ഇഷ്യൂ കണ്ടിട്ട് കഴുത്ത് വേന ആയിട്ട് ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത് ഡയഗ്നോസിസ് നോക്കിയാൽ മതി. ഇവിടെ കാണുന്ന കാര്യം കറക്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് നോക്കാം. ഇത് ജോസേട്ടൻ കുറച്ച് കാലമായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ജോസേട്ടൻ എന്ത് ട്രീറ്റ്മെന്റ് വന്നത്? ഞാൻ മുട്ടിന്റെ വേദനയായിട്ട് വന്നത്. നമ്മള് ഇംഗ്ലീഷ് മരുന്ന് കുറെ കഴിച്ചു. പക്ഷെ അപ്പൊ ലാസ്റ്റ് അവർ പറഞ്ഞത് മുട്ട് മാറ്റിയിരിക്കണെന്ന് പറഞ്ഞത്. ശരി. അപ്പൊ 5 സ്റ്റേജിന്റെ അതിൽ 4ാമത്തെ സ്റ്റേജിന് നമ്മളെ അയക്കുന്നത് ഇനിയൊരു സ്റ്റേജിന് കഴിഞ്ഞ് മുട്ട് മാറ്റാനുള്ള വേറെ ഒന്നുമില്ലാന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മളെ അടുത്തൊരു പുതിയ ആളുകളിലേക്ക് വന്നിങ്ങനെ കണ്ടുപരിചയം ആള് പറഞ്ഞു. ഞാനിങ്ങനെ കൈവേദനയ്ക്ക് ഇവിടെ പോയിരുന്നു. അപ്പൊ ജോസേട്ടൻ അവിടെ നിന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നേ. ഇവിടെ വന്ന കാലത്തിന് വന്നപ്പോ രാജേഷ് ഭായി പറഞ്ഞ് അലൈൻമെന്റിന്റെ ഇത് ശരിയാക്കി നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യ ദിവസം തന്നെ ചെയ്യില്ല. മരുന്നൊന്നും കിട്ടും. മരുന്ന് പറഞ്ഞപ്പോ കുറച്ച് കുറവായി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ എക്സസൈസ് പറഞ്ഞു. ഈ കാല് കുക്കിയിട്ട് ഇങ്ങനെ ആ എക്സസൈസ് ചെയ്യുമ്പോ വീണ്ടും കൂടുതലായി. കഴിഞ്ഞപ്പോ 2ാമത് വന്നു. അപ്പൊ ആള് പറഞ്ഞ് നമുക്ക് ഫുൾ അലൈൻമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അലൈൻമെന്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് നടക്കാൻ പറ്റും. അതിങ്ങനെ നടക്കാൻ പറ്റില്ല, ഞൊണ്ടി നടന്നിരുന്നേ. ശരി. ഒരുവിധം ഓൾമോസ്റ്റ് ആക്കി. എന്നാലും ചെറിയൊരു വേദനയുണ്ട്. ഫുള്ളങ്ങള് 2 ആഴ്ച ആയിട്ടുള്ളൂ. അങ്ങനെ ഓടി പോണ കേസല്ലോ. അങ്ങനെ സർജറി പറഞ്ഞാണ്. രാജേഷ് ഭായി സർജറി പറഞ്ഞ കാര്യങ്ങളുണ്ടോ വേണ്ടെന്ന് വെച്ചിട്ട് നേരെ മറിച്ച് വന്നേക്കണേ. വേദന പോലും കുറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു 3 ദിവസം ഇവിടെ ഈ ബ്രഹ്മ ലൈഫിൽ വന്നു.
എന്റെ കൈക്ക് നല്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പൊ ഇപ്പോ 2 ദിവസം വന്നപ്പോ ചെയ്യുമ്പോൾ എന്തായാലും വളരെയധികം സുഖമാണ്. എനിക്ക് നല്ല റിലാക്സ് ഉണ്ട് 3 ദിവസമായിട്ട്. ഇത് എത്ര കാലം കൊണ്ട് എങ്ങനെയായിരിക്കും? നമുക്കിനി ഒരു 2-3 വിസിറ്റ് പിടിക്കുക അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നോക്കിയപ്പോ നമുക്ക് ഡൈജഷൻ ആയിട്ട് ഒരു ചെറിയ ഇഷ്യൂ കൂടി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് പ്രോപ്പർ ആവണമെന്ന് നമ്മൾ നാഭി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ട് ഡൈജഷനും പ്രോപ്പർ ഒക്കെ ആവുമ്പോൾ തന്നെ ചിലപ്പോ അത് ഓട്ടോമാറ്റിക്കലി തന്നെ മാറും. ചിലപ്പോ മാറിപ്പോണെന്ന് നമ്മൾ ചിലപ്പോൾ അറിയില്ല, നമ്മൾ മറന്നു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സംഭവം. അത് നമുക്ക് നല്ല അനുഭവം ഉള്ളതാണ്. അതിന്റെ പോയിന്റ് ഒക്കെ വേദന വരുന്ന സ്ഥലമൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന സ്ഥലത്താണ് വേദന എന്നുള്ളത്. ഒരു കാലിൽ എനിക്ക് ഒരു തരം ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു. അതും കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് പ്രഷർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് അത്ഭുതമാവും. കാരണം ഇത് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. എന്തായാലും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആളെ കോണ്ടാക്ട് ചെയ്യാം. നല്ല ഒരു ചികിത്സാ രീതിയാണ്. പല പല മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ശരിയായ അസുഖം കണ്ടുപിടിക്കാനും ഒക്കെ വളരെ സുഖകരമായ ഒരു ചികിത്സ